ഓർമ്മിക്കാനൊരു എക്സ്കർഷൻ. എപ്പിസോഡ് 1. 2 ബസ്സുകളിലായി അവർ പുറപ്പെട്ടു. എല്ലാ വർഷവും ഉള്ളതാണ് +1 ആൻഡ് 2 കുട്ടികളെ ട്രിപ്പ് കൊണ്ട് പോകുക എന്നുള്ളത്. ഈ പ്രാവശ്യം അവർ പോയത് വയനാട്ടിലായിരുന്നു. ചുരം കയറി ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന പൂക്കോട്ട് തടാകം കാണുവാൻ അവർ ഇറങ്ങി. കതിങ്ങ മറ്റുമായി അവർ ആ ദിവസത്തിലെ ബാക്കി സമയം ചിലവഴിച്ചു. സന്ധ്യ ആയതോടെ തണുത്തു വിറക്കുവാൻ തുടങ്ങി. വേഗം അവർ താമസിക്കേണ്ടതായ റിസോർട്ടിലെത്തി. ഹൈറേഞ്ചിലെ ആ രാത്രിക്ക് ഒരു വന്യമായ കുളിരുണ്ടായിരുന്നു. കാറ്റും മൂടൽമഞ്ഞും റിസോർട്ടിന്റെ ചുറ്റും വിറയ്ക്കുന്ന മരങ്ങളുടെ ശബ്ദവും എല്ലാം ചേർന്ന് ഒരു അസ്വസ്ഥത. കുട്ടികൾ ദിവസം മുഴുവൻ കളിച്ചു രസിച്ചു ക്ഷീണമടഞ്ഞിരുന്നു. 4 കുട്ടികൾ വെച്ചായിരുന്നു ഓരോ റൂമിലും. നൂറയും സോഫിയയും ഉൾപ്പെടെ 4 പെൺകുട്ടികൾ ഒരു റൂമിൽ. ഡെം യെല്ലോ നൈറ്റ് ലാമ്പിന്റെ വെളിച്ചത്തിൽ ഉറങ്ങാൻ ശ്രമിച്ചു. മറ്റുള്ളവർ പെട്ടെന്ന് ഉറങ്ങിയെങ്കിലും നൂറയ്ക്ക് എങ്ങുമോ നിന്നോ വരുന്ന ആശരീരികൾ കേൾക്കാൻ തുടങ്ങി. ക്ഷീണം കൊണ്ട് ഉറങ്ങാനായി അവൾ കണ്ണടച്ചു. പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു ഭാരം നെഞ്ചിൽ പതിച്ചു. അവൾ കണ്ണു തുറന്നപ്പോൾ തന്റെ മേൽ പാതിയായി വീണുകിടന്നത് സോഫിയയാണ് എന്നു മനസ്സിലായി. പക്ഷേ സോഫിയയുടെ ശരീരം അസാധാരണമായി തണുത്തിരുന്നു. അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഭാരം മനുഷ്യരുടേതില്ലാത്തപോലെ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ നൂറയുടെ കണ്ണുകൾ മങ്ങിനിന്ന ലൈറ്റിൽ അത് കണ്ടു. സോഫിയയുടെ മുഖം സോഫിയയുടേത് അല്ല. മറ്റൊരാളുടെ നീണ്ട ഇരുണ്ട മുഖം അവളുടെ മുഖത്തിന്മേൽ ഒട്ടിക്കിടക്കുന്ന പോലെ. ചുണ്ടുകൾ മനുഷ്യരില്ലാത്ത രീതിയിൽ നീണ്ടു. ശരീരം ഭാരം കൂടിത്തുടങ്ങി. അതോടെ നൂറയുടെ ശ്വാസം പിടഞ്ഞു. അടക്കിപിടിച്ച ഒരു ചിരി വാതിലിനരികിൽ നിന്നോ മറ്റോ കേട്ടു. അവൾ കണ്ണടച്ചു. ഇത് സ്വപ്നം, സ്വപ്നം എന്ന് വിറച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. വീണ്ടും കണ്ണു തുറന്നപ്പോൾ സോഫിയ തന്റെ കട്ടിലിൽ സാധാരണയായി ഉറങ്ങുന്നു. എല്ലാം സാധാരണ പോലെ. പക്ഷേ നൂറയ്ക്ക് അത് സാധാരണയെന്ന് തോന്നിയില്ല. രാവിലെ നൂറ പകുതിയായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ സോഫിയ അവളെ നോക്കി വിറച്ച് ചോദിച്ചു, "Did you feel someone touching you last night? I couldn't move. Something was pressing on me too." നൂറയുടെ രക്തം തണുത്തുപോയി. അവൾ കണ്ടത് ഒരു സ്വപ്നമല്ല. അത് ആരംഭം മാത്രമായിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മഴക്കാലം സ്റ്റോറീസ്. Thank you for watching.